നമുക്ക് വിക്കിട്ടൊരു പന്ത് വാങ്ങിക്കണ്ടേ? നമുക്ക് മേടിക്കണം, എല്ലാവരും ചെലവിട്ട്. എടാ ഇന്നലെ ഈ തന്തക്ക് വിളിച്ചായിരുന്നു. നമുക്ക് തിരിച്ചു വിളിക്കണ്ടേ? എടാ ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു. അവൻ നല്ല ഇടി ഇടിക്കും. നമുക്കെന്തെങ്കിലും ചെയ്യാം. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്നലെ ഇല്ലേ അവനത് തന്തക്ക് വിളിച്ചായിരുന്നു. ഇപ്പൊ നിനക്കെന്താണ് അവനെ തന്തക്ക് തിരിച്ചു? 2 പ്രാവശ്യം വിളിക്കണം. 2 പ്രാവശ്യം വിളിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും വിളിച്ചേക്കാം. ഞാൻ പറയും പോലെ നീ അവനോട് പറഞ്ഞാൽ മതി, അവൻ അറിയണ്ട. നമുക്കൊരു ഡയലോഗ് രീതിയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഞാൻ ഒരു ഡയലോഗ് പറയാം, അത് നീ അതുപോലെ അവന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി പറഞ്ഞാൽ മതി. 2 പ്രാവശ്യം കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞേച്ചാ മതി. ഓക്കെ അല്ലേ? എടാ മോനെ ഇവിടെ വന്നേ, നമുക്കൊരു കളി കളിക്കാം. ഇതിനൊരു ഡയലോഗ് പറയും, നീ അത് കേട്ട് നിന്നാ മാത്രം മതി, നീ തിരിച്ചൊന്നും പറയണ്ട. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു ഡയലോഗ് നിനക്ക് പറഞ്ഞു തരും, അത് നീ അതുപോലെ പറയണം. പവിത്ര പവിത്ര ഒരു മകന്റെ ധർമ്മമാണ്. ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ അന്ത്യകർമ്മ യഥാവിധി ചെയ്യുക എന്നത്. അച്ഛന്റെ അന്ത്യകർമ്മ യഥാവിധി ചെയ്യുക എന്നത്. മണപ്പള്ളി മാധവൻ മേനോൻ എന്ന മണപ്പള്ളി മാധവൻ മേനോൻ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലും പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രമായ ഈ നദിയിൽ വീഴാൻ പാടില്ല. അത് കളങ്കപ്പെട്ടു പോകും. അതുകൊണ്ട് നീ പോടാ മോനെ ദിനേശ. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ചൂണ്ടിക്കൊണ്ട് തന്നെ പറയണം കേട്ടല്ലോ. പവിത്ര ഒരു മകന്റെ ധർമ്മമാണ്. അച്ഛന്റെ അന്ത്യകർമ്മം യഥാവിധി ചെയ്യുക എന്നത്. മണപ്പള്ളി മാധവൻ മേനോൻ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലും പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രമായ ഈ നദിയിൽ വീഴാൻ പാടില്ല. അത് കളങ്കപ്പെട്ടു പോകും. അതുകൊണ്ട് നീ പോമോനെ ദിനേശ. സമാധാനായി അവന്റെ തന്തക്ക് വിളിച്ചപ്പോ സമാധാനമല്ലേ? ഇങ്ങനെയാണ് തന്തക്ക് വിളിക്കുന്നത്. ഓക്കെ അല്ലേ?